നമസ്കാരം. ആധുനിക ഗറില്ല യുദ്ധമുറയുടെയും ആസൂത്രിത ആക്രമണങ്ങളുടെയും പിതാവായി കണക്കാക്കപ്പെടുന്ന ഹിസ്ബുള്ള കമാൻഡർ ഇമാദ് മുക്നിയയുടെ ജീവിതവും കൊലപാതകവും ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദ്വേഗജനകമായ അധ്യായമാണ്. ഒസാമ ബിൻ ലാദൻ ലോകശ്രദ്ധ നേടുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലും ഇസ്രയേലിലും ഒരുപോലെ വിറപ്പിച്ച ഭീകരതയുടെ മുഖമായിരുന്നു ഇയാൾ. 9/11 ആക്രമണത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരുടെ മരണത്തിന് ഉത്തരവാദിയായ വ്യക്തിയായി മുക്നിയയെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. വാഷിംഗ്ടൺ മുതൽ ടെൽ അവീവ് വരെയുള്ള ചാരസംഘടനകളെ 2 പതിറ്റാണ്ടിലേറെക്കാലം കുഴപ്പിച്ച ഈ അദൃശ്യ രൂപിയെ പിടികൂടാൻ അവർക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പും അസാമാന്യമായ ക്ഷമയും ആവശ്യമായിരുന്നു. 1962 തെക്കൻ ലബനനിൽ ജനിച്ച മുക്നിയ ആഭ്യന്തര യുദ്ധത്തിൻ്റെയും വിദേശ അധിനിവേശങ്ങളുടെയും ഇടയിലാണ് വളരുന്നത്. 1976 യാസർ അറാഫത്തിൻ്റെ സൈന്യത്തിൽ സ്നൈപ്പറായി ചേർന്നുകൊണ്ടായിരുന്നു ഇയാളുടെ തുടക്കം. എന്നാൽ 80കളുടെ തുടക്കത്തിൽ ഇസ്രയേൽ ലെബനൻ യുദ്ധത്തിനെ തുടർന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി ഇയാൾ മാറി. 1983 ബെയ്റൂട്ടിലെ US എംബസി ആക്രമണത്തിലും 241 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ചാവേർ ആക്രമണത്തിലും മുക്നിയയുടെ ബുദ്ധിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അന്നുവരെ ലോകത്തിന് പരിചിതമല്ലാതിരുന്ന ചാവേർ ബോംബിംഗ് എന്ന തന്ത്രം ലോകമാകെ പടരുന്നതിൽ മുക്നിയ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുക്നിയെ പിടികൂടാൻ അമേരിക്കൻ ഇസ്രയേൽ ഏജൻസികൾ നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ കാരണങ്ങളാൽ അവയെല്ലാം പാഴായിപ്പോയി. 1985 പാരീസിലെ ഒരു ആഡംബര ഹോട്ടലിൽ ഇയാൾ ഉണ്ടെന്ന് വിവരം ലഭിച്ചുവെങ്കിലും ഫ്രഞ്ച് ബന്ദികളെ വിട്ടുകിട്ടുന്നതിനായി ഫ്രഞ്ച് അധികൃതർ ഇയാളെ പോകുവാൻ അനുവദിക്കുകയായിരുന്നു. 1995 ജിദ്ദ വഴി ഇയാൾ സഞ്ചരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചപ്പോൾ FBI വിമാനത്തിന് ഇറങ്ങാൻ സൗദി അറേബ്യ അനുമതി നൽകിയില്ല. 96 അറബിക്കടലിൽ വെച്ച് കപ്പൽ വളയാൻ അമേരിക്കൻ നേവി സീൽസ് പദ്ധതി ഇട്ടുവെങ്കിലും ഇൻ്റലിജൻസ് റിപ്പോർട്ടിലെ അവ്യക്തത മൂലം അവസാന നിമിഷം പിന്മാറി. ഇത്തരത്തിൽ ഓരോ തവണയും ഇയാൾ അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹിസ്ബുള്ളയുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെ തലവനെന്ന നിലയിൽ മുക്നിയ അയാളുടെ സാമ്രാജ്യം ലോകമെമ്പാടും വ്യാപിപ്പിച്ചു. അർജന്റീനയിലെ ഇസ്രയേൽ എംബസി ആക്രമണവും യഹൂദ കമ്മ്യൂണിറ്റി സെൻറ്റർ തകർത്തതുമെല്ലാം മുക്നിയയുടെ നേതൃത്വത്തിലായിരുന്നു. ഇറാനിലെ ഖുദ്സ് ഫോഴ്സുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കൻ സഖ്യസേനയ്ക്കെതിരെ പോരാടാൻ വിദേശ പോരാളികൾക്ക് പരിശീലനം നൽകുന്നതിലും പ്രധാനിയായിരുന്നു. മുഖശസ്ത്രക്രിയ വരെ നടത്തി തിരിച്ചറിയാൻ കഴിയാത്ത വിധം സുരക്ഷിതനായി സിറിയയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഒടുവിൽ 2008 ഫെബ്രുവരിയിൽ ഡമാസ്കസിൽ വെച്ചാണ് മുക്നിയ കൊല്ലപ്പെടുന്നത്. CIA മൊസാദിൻ്റെയും വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലായിരുന്നു ആ ഓപ്പറേഷൻ. ഒരിക്കൽ ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിക്കൊപ്പം മുക്നിയയെ കണ്ടെത്തിയെങ്കിലും സിവിലിയൻ ആൾനാശം ഭയന്ന് അന്നത്തെ ആക്രമണം ഒഴിവാക്കിയിരുന്നു. ഒടുവിൽ ഡമാസ്കസിലെ കാഫ് സൗസ എന്ന സ്ഥലത്ത് വെച്ച് മുക്നിയ തൻ്റെ കാറിനടുത്തേക്ക് എത്തിയ നിമിഷം റിമോട്ട് കൺട്രോൾ സ്ഫോടനത്തിലൂടെ ഇയാളെ വധിച്ചു. സിറിയൻ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് പോലും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖ്യകക്ഷിയെ സംരക്ഷിക്കുവാൻ ശ്രേയയ്ക്ക് കഴിയില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ആ വധം. മുക്നിയ തുടങ്ങിവെച്ച ആക്രമണ രീതികൾ ഇന്ന് വിവിധ ഭീകര സംഘടനകൾ ലോകമെമ്പാടും തുടരുന്നുണ്ട് എങ്കിലും അയാളുടെ അന്ത്യം ഹിസ്ബുള്ളക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു. ഇമാദ് മുക്നിയയുടെ കൊലപാതകം ആഗോള രാഷ്ട്രീയത്തിലും പശ്ചിമേഷ്യൻ സമാധാന അന്തരീക്ഷത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. ഒരു ഭീകര നേതാവിൻ്റെ വധം എന്നതിലുപരി ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും തന്ത്രപ്രധാനമായ ഒരു നീക്കത്തെ അത് തകർത്തു. ഇത് ലോക സമാധാനത്തെ പലതരത്തിലാണ് ബാധിച്ചത്. ഹിസ്ബുള്ളയുടെ അന്താരാഷ്ട്ര ഓപ്പറേഷനുകളുടെ തലവനായിരുന്നു മുക്നിയ. ഇയാളുടെ കൊലപാതകം ആ സംഘടനയുടെ ആസൂത്രണ ശേഷിയെ വലിയ തോതിൽ ബാധിച്ചു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെയുണ്ടാകുന്ന വലിയ ആക്രമണങ്ങൾ ഒരു പരിധിവരെ കുറയുവാൻ ഇത് കാരണമായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള കെട്ടിപ്പടുത്ത സങ്കീർണമായ ഭീകരവാദ ശൃംഖലയുടെ തലച്ചോറ് നഷ്ടപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ സ്ഫോടനങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. മുക്നിയയുടെ വധത്തിന് പ്രതികാരമായി ഹിസ്ബുള്ളയും ഇറാനും ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ ലക്ഷ്യങ്ങൾ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഇത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ബൾഗേറിയ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി. മുക്നിയ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽയുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നു. രഹസ്യമായ കൊലപാതകങ്ങളും സൈബർ ആക്രമണങ്ങളും വർദ്ധിച്ചു. ഇത് 2 പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിൻ്റെ വക്കിലേക്ക് പലപ്പോഴും ലോകത്തെ എത്തിച്ചു. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലും എണ്ണ വിപണിയിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമായി. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ അതീവ സുരക്ഷിത മേഖലയിലാണ് മുക്നിയ കൊല്ലപ്പെടുന്നത്. ഇത് സിറിയൻ സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമായി വിലയിരുത്തപ്പെട്ടു. ഇതോടെ ഇറാൻ്റെയും സിറിയയുടെയും സുരക്ഷാ ഏജൻസികൾ കൂടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ
ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി ഇല്ലാതായി എന്നത് സമാധാനത്തിന് ഗുണകരമായി എങ്കിലും അത് സൃഷ്ടിച്ച പ്രതികാര ബുദ്ധിയും രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസവും പശ്ചിമേഷ്യയിൽ ഇന്ന് തുടരുന്ന സംഘർഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ ഭീകരവാദ ആസൂത്രകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇമാദ് മുഖ്നിയെ നേരിട്ട് ഇന്ത്യയെ ആക്രമിച്ചതായി ചരിത്രരേഖകളില്ല. എന്നാൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെയും ആഭ്യന്തര സമാധാനത്തെയും ദോഷകരമായി ബാധിച്ച പല ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ മുഖ്നിയെ പടുത്തുയർത്തിയ ആഗോള ഭീകരവാദ ശൃംഖലയുടെ സ്വാധീനമുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യയോട് പ്രത്യക്ഷമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മുഖ്നിയെ നയിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളും ഇറാൻ ചാര സംഘടനകളുമായുള്ള അയാളുടെ അവിശുദ്ധ കൂട്ടുകെട്ടും പരോക്ഷമായി ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ആഗോള ഭീകരവാദത്തിൻ്റെ ഒരു സുപ്രധാന കണ്ണി എന്ന നിലയിൽ മുഖ്നിയെ ഇന്ത്യയും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിച്ചിരുന്നത്. ഇന്ത്യയിലെ ഇസ്രയേൽ നയതന്ത്രജ്ഞർക്ക് നേരെയും ജൂത കേന്ദ്രങ്ങൾക്കും നേരെയും നടന്ന ആക്രമണ ശ്രമങ്ങൾക്ക് പിന്നിൽ മുഖ്നിയുടെ വിദേശ ശൃംഖലയുടെ കൈമുദ്രകൾ പതിഞ്ഞിട്ടുണ്ടെന്ന് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മുഖ്നിയെ സ്ഥാപിച്ച സ്ലീപ്പർ സെല്ലുകൾ പലപ്പോഴും ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് പ്രചോദനവും സാങ്കേതിക സഹായവും നൽകിയിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ഭീകരവാദ സംഘടനകളുമായി ഹിസ്ബുള്ളയ്ക്കുണ്ടായിരുന്ന ബന്ധമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയായിട്ടുണ്ടായിരുന്നത്. ചാവേർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നൂതനമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും മുഖ്നി വികസിപ്പിച്ചെടുത്ത തന്ത്രങ്ങൾ കശ്മീരിലെ ഭീകരവാദികൾ പാഠമാക്കിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം മുഖ്നിയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ള പരിശീലനം നൽകിയ പലരും പിന്നീട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സുരക്ഷാ ഭീഷണികളായി മാറിയെന്നതും ശ്രദ്ധേയമാണ്. മുഖ്നിയുടെ തന്ത്രങ്ങൾ ആഗോള ഭീകരവാദത്തിൻ്റെ പൊതു സ്വത്തായി മാറിയപ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയും സങ്കീർണമാക്കി. ചുരുക്കത്തിൽ ഇമാദ് മുഖ്നിയ നേരിട്ട് ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത ഒരു ശത്രുവല്ല എങ്കിലും ആഗോള ഭീകരവാദത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന നിലയിൽ അയാൾ ഭാരതവിരുദ്ധമായ പല പ്രവണതകൾക്കും വളമിട്ടു. ഇസ്രയേൽ വിരുദ്ധതയുടെ പേരിൽ ഇന്ത്യയുടെ മണ്ണിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതും ഭീകരവാദത്തിൻ്റെ പുതിയ മുറകൾ ഇന്ത്യൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ലഭ്യമാക്കിയതും മുഖ്നിയുടെ സ്വാധീനത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. അതിനാൽ തന്നെ ഒരു ആഗോള ഭീകരവാദ ആസൂത്രകൻ എന്ന നിലയിൽ മുഖ്നിയുടെ സാന്നിധ്യം ഇന്ത്യയുടെ സമാധാനപരമായ അന്തരീക്ഷത്തിന് എന്നും ഒരു ഭീഷണി തന്നെയായിരുന്നു. അയാളുടെ അന്ത്യം ആഗോള ഭീകരവാദ ശൃംഖലകൾക്ക് ഏറ്റ തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും ഗുണകരമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്നിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ചാരസംഘടനകളായ CIA, മൊസാദ് എന്നിവരുടെ പങ്ക് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തപ്പെട്ടു എങ്കിലും ഇതിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളും ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളും പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു ഓപ്പറേഷനിൽ ഇന്ത്യ പങ്കാളിയാകാനുള്ള സാധ്യതകൾ തികച്ചും വിരളമാണ് എന്നാണ് കാണാനാകുന്നത്. ഇമാദ് മുഖ്നിയെ വധിക്കാനുള്ള ഓപ്പറേഷൻ ദശകങ്ങൾ നീണ്ട ആസൂത്രണത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും ഫലമായിരുന്നു. അമേരിക്കയുടെ CIAയും ഇസ്രായേലിൻ്റെ മൊസാദും സംയുക്തമായാണ് ഈ ദൗത്യം നടപ്പിലാക്കിയത് എന്ന് പിൽക്കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ പൗരന്മാരുടെ വധത്തിന് ഉത്തരവാദിയെ മുഖ്നിയെ പിടികൂടുക എന്നത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. അതേസമയം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഹിസ്ബുള്ളയുടെ തലച്ചോറിനെ ഇല്ലാതാക്കുക എന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ സാങ്കേതിക വിദ്യയും ചാരശൃംഖലയും സംയോജിപ്പിച്ചാണ് ഡമാസ്കസിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് മുഖ്നിയെ വകവരുത്തുന്നത്. ഈ പ്രക്രിയയിൽ മറ്റൊരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളായ റോയും IBയും ഇമാദ് മുഖ്നിയുമായി നേരിട്ടുള്ള ശത്രുത ഉള്ളവരായിരുന്നില്ല. ഇന്ത്യയുടെ ശ്രദ്ധ പ്രധാനമായും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ ഗ്രൂപ്പുകളിലും ആഭ്യന്തര സുരക്ഷയിലുമായിരുന്നു. മുഖ്നിയ ഒരു ആഗോള ഭീഷണിയായിരുന്നുവെങ്കിലും ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കുന്നതിൽ അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. കൂടാതെ മറ്റൊരാളുടെ പരമാധികാരമുള്ള രാജ്യത്ത് അഥവാ സിറിയയിൽ ചെന്ന് ഇത്തരം സൈനിക നടപടികൾ നടത്തുന്ന നയം ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കണക്കിലാക്കുമ്പോൾ ഇറാൻ അനുകൂലിയായ ഒരു നേതാവിനെ വധിക്കാൻ ഇന്ത്യ കൂട്ടുനിൽക്കുന്നത് രാജ്യത്തിൻ്റെ വിദേശ നയത്തിന് വിരുദ്ധമാകുമായിരുന്നു. ചുരുക്കത്തിൽ ഇമാദ് മുഖ്നിയുടെ വധത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ പങ്കെടുത്തു എന്നതിന് യാതൊരു തെളിവുകളും നിലവിലില്ല. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നടത്തിയ അതീവ രഹസ്യമായ ഒരു ദൗത്യമായിരുന്നു അത്. ഇന്ത്യ ഈ കൊലപാതകത്തെ ഒരു ആഗോള ഭീകരൻ്റെ അന്ത്യം എന്ന നിലയിൽ നിശബ്ദമായി സ്വാഗതം ചെയ്തിരിക്കാം. എങ്കിലും ആസൂത്രണത്തിലോ നിർവഹണത്തിലോ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. മുഖ്നിയുടെ അന്ത്യം ആഗോള ഭീകരവാദ ശൃംഖലയെ ദുർബലപ്പെടുത്തിയതിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സുരക്ഷാപരമായ നേട്ടങ്ങൾ ലഭിച്ചു എന്നത് മാത്രമാണ് ഇന്ത്യക്ക് ഈ സംഭവവുമായുള്ള ഏകബന്ധം. സങ്കീർണമായ ഇത്തരം അന്താരാഷ്ട്ര ഓപ്പറേഷനുകളിൽ ഇന്ത്യ എന്നും ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ മാത്രമേ പരസ്യമായി നിലകൊണ്ടിട്ടുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.